ഏറ്റവും വലിയൊരു തമാശ, നമ്മുടെ വികട വിഭാഗത്തിലെ കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി വിഭാഗത്തിൻ്റെ മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയാണ് അദ്ദേഹം. നമ്മളൊരു 2 മാസം വരെ മുമ്പ് വരെ നമ്മൾ കണ്ടതും കേട്ടതും അദ്ദേഹം മെട്രോപൊളിറ്റൻ ട്രസ്റ്റി എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നതൊക്കെ. ജോസഫ് മാർ ഗ്രിഗോറിയസ് തിരുമേനി കൊച്ചി. അപ്പോൾ അദ്ദേഹം പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന എന്താ, മലങ്കര മെത്രാപ്പോലീത്ത. അതിവിടെ അവരുടെ മാനേജിങ് കമ്മിറ്റിയോ അവരുടെ അങ്ങോട്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തിരിക്കുക. അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്ത അവരുടെ മാനേജിങ് കമ്മിറ്റി അല്ലെങ്കിൽ അവരുടെ സിനഡ് അവരാണ് കൊടുക്കുന്നത് മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം. ഇല്ലേ, നമ്മളില്ല കടയിൽ നിന്ന് ഒരു ബേക്കറി പോയി ഒരു ബെന്ന് മേടിക്കുന്ന പോലോ അല്ലെങ്കിൽ ഒരു പപ്സ് മേടിക്കുന്ന പോലെയാണ്. അപ്പം അദ്ദേഹത്തിന് കൊടുക്കുമോ, മേടിച്ച് കൊടുക്കുമോ? അതിവിടെ പാത്രിയർക്കീസ് ബാവ വന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥാനമാണോ ഈ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം? ഒരിക്കലുമല്ല. ഭരണഘടനയിൽ 1936 ഭരണഘടനയിൽ അങ്ങനെയാണോ പറയുന്നത്? യഥാർത്ഥ അവകാശി ആരാ? ഈ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനത്തിന് അവകാശി ആരാ? മലങ്കര സഭയുടെ സ്വത്തുക്കൾ മുഴുവൻ കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള ആളാണ് 34 ഭരണഘടന പ്രകാരം. അതായത് നമുക്ക് ഈ 34 ഭരണഘടനയ്ക്ക് മുമ്പ് തന്നെ 1817 മുതൽ മലങ്കര മെത്രാപ്പോലീത്ത എന്നുള്ളൊരു സ്ഥാനമുണ്ട്. അതായത് 1653 മുതൽ 57 വരെ 1817 വരെ മാർത്തോമാരാണ് ഭരിച്ചിരുന്നത്. അതിനുശേഷമാണ് മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം. ആകെപ്പാടെ മലങ്കര സഭയിൽ ഒരു മെത്രാപ്പോലീത്തയേ ഉള്ളൂ. ആ മെത്രാപ്പോലീത്തയുടെ കീഴിലാണ് സഭ മുഴുവനും അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ഈ പ്രശ്നം തുടങ്ങുന്നത് പാലക്കുന്നത്തെ മെത്രാച്ചൻ നേരിട്ട് ചെമ്മാച്ചനായിട്ട് ഇവിടുന്ന് പോയി മെത്രാപ്പോലീത്ത ആയെന്ന് പറഞ്ഞ് മസനഫ്സായിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് നേരിട്ട് മലങ്കര മെത്രാപ്പോലീത്ത ആകണം. അവിടെ ആണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ പാത്രികീസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാത്രികീസിനെ സ്വാധീനിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു നോക്കി, പത്രോസ് പാത്രികീസ് വന്ന സമയത്ത്. പക്ഷേ അദ്ദേഹം വഴിപ്പെടാതെ അന്ന് പുലിക്കോട്ടിൽ തിരുമേനിയെ, ജോസഫ് മാർ യോന്നാസിയോസ് തിരുമേനിയെ പാത്രികീസ് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം അന്ന് കാതോലിക്ക സ്ഥാനം വിടില്ല. 1912 കാതോലിക്കേറ്റ് വരുന്നത്. അതിന് മുമ്പ് മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന പുലിക്കോട്ടിൽ തിരുമേനിക്ക് ശേഷം വന്നത് വട്ടശ്ശേരി തിരുമേനിയാണ്. അപ്പം ഈ പരിമല തിരുമേനിയുടെയും പുലിക്കോട്ടിൽ തിരുമേനിയുടെയും ശിഷ്യനായിട്ട് വളർന്നത് കാരണം 2 ശിക്ഷണത്തിലും അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു. സുറിയാനി പാരമ്പര്യമായിരുന്നാലും ശരി, അതുപോലെ തന്നെ അതായത് ഇദ്ദേഹത്തിൻ്റെ പരിമല തിരുമേനിയുടെ ശിഷ്യനായിരുന്നുകൊണ്ട് തന്നെ ആത്മീയമായിട്ടായിരുന്നാലും വളരെ ഉന്നതിയിൽ നിന്ന ആളാണ് വട്ടശ്ശേരി തിരുമേനി. പക്ഷേ അദ്ദേഹം ഈ പാത്രികീസിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ മുടക്കുന്നത്. മുടക്കിയ സഭയാണ് എന്നാണ് നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മുടക്ക് പിൻവലിച്ച കാര്യം ഒരിക്കലും അവരാരും പറയുന്നില്ല. അപ്പോൾ മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം ഇവിടെ ഈ സഭയുടെ എത്ര പള്ളികളുണ്ടോ ആ പള്ളികളുടെയും അതുപോലെ തന്നെ പൊതുസ്വത്തുക്കൾ, അതായത് നമ്മൾ സമ്പാദിച്ചിട്ടുള്ളതും നമുക്ക് കിട്ടിയിട്ടുള്ളതുമായ പൊതുസ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കാതോലിക്ക ബാവായ്ക്ക് തന്നെ 2 സ്ഥാനമുള്ളത്. അത് വേണമെങ്കിൽ 2 പേർക്ക് കൈകാര്യം ചെയ്യാം. പക്ഷേ 34 ഭരണഘടന തന്നെ പറയുന്നത് 2 പേരും ഒന്നിച്ച് മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം ഒരാൾ തന്നെ വഹിക്കണമെന്നാണ്. കാരണം ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടാകാൻ പാടില്ല. ആത്മീയ സ്ഥാനമാണ് പ്രധാനമായിട്ടും, അതായത് കാതോലിക്ക ബാവായ്ക്കുള്ളത്. അതിൽ പ്രധാനമായിട്ടും മൂറൻ കൂതാശ ചെയ്യാൻ അല്ലെങ്കിൽ മേൽപ്പെട്ടക്കാരെ വാഴിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള അവകാശം കാതോലിക്ക ബാവായ്ക്ക്. അതേസമയം മലങ്കര സ്വത്തുക്കളുടെ ഭൗതിക സ്വത്തുക്കളുടെ അവകാശി മലങ്കര മെത്രാപ്പോലീത്തയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ എന്ത് അവകാശം വെച്ചുകൊണ്ടാണ് മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലീത്ത എന്നുള്ള നാമധേയം സ്വീകരിക്കാൻ യാതൊരു തരത്തിലും അവകാശമില്ല. അവർ പറയുന്നത് അവരുടേതാണ് മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം, അവരുടെയാണെന്ന്, അവരാ കൊടുത്തതെന്നാണ്. അവരുടെയാണ് അത് ആ പറയുന്നതിൻ്റെ തെറ്റാണ്. കാരണം സുപ്രീം കോടതി
ഒരാളെ ഇങ്ങോട്ട് നിരീക്ഷകനായി വിട്ട് പിന്നെ ഇവരുടെ തർക്കം അസോസിയേഷൻ തിരഞ്ഞെടുക്കുന്നതല്ലയോ മലങ്കര അതെ, മെത്രാപ്പൊലീത്ത മലങ്കര സ്ഥാനം? അസോസിയേഷൻ മലങ്കര അസോസിയേഷൻ തിരഞ്ഞെടുക്കുന്നതാണ് മലങ്കര മെത്രാപ്പൊലീത്ത. അതെ. അപ്പോൾ ഇദ്ദേഹത്തിന് അവരുടെ ഒരു തർക്കം എന്ന് പറയുന്നത് 2002 പിന്നെ മാത്യൂസ് ദിയൻ ബാവായെ അവരെയും കൂടെ ഉൾപ്പെടുത്തിയുള്ള ഗ്രൂപ്പല്ല തിരഞ്ഞെടുത്തത്, പ്രത്യേക ഒരു വിഭാഗമാണ്. അവർ ബോയ്ക്കോട്ട് ചെയ്ത് പോയല്ലോ. അവർ പോയി അല്ല, അതിന് മുമ്പ് അപ്പം തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് സുപ്രീം കോടതിയിൽ അവകാശപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭരണഘടന അംഗീകരിക്കുന്നു സുപ്രീം കോടതി ചോദിച്ചു. ഞങ്ങൾ അംഗീകരിക്കാം. എഴുതി ഒപ്പിട്ട് കൊടുത്തല്ലോ. എഴുതിയ ഈ ഗ്രിഗോറിയോസ് തിരുമേനി ഉൾപ്പെടെ, പിന്നെ തിരുമേനി ഉൾപ്പെടെ ശ്രേഷ്ഠൻ ഉൾപ്പെടെ എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ 600 പള്ളികളും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ, അതായത് ഈ ഗണത്തിൽ വന്നു. അവിടെ എല്ലാം ഇപ്പം സെൻറ്റ് പീറ്റേഴ്സിൽ നമ്മുടെ വികാരിയാണ് വരേണ്ടത്. ഒരാളുണ്ട് താനും, പക്ഷേ അവിടെ ചെന്ന് കയറാൻ പറ്റുമെന്നുള്ള വേറെ കാര്യം. അപ്പോൾ ഈ മലങ്കര മെത്രാപ്പൊലീത്ത അയാളുടെ സ്ഥാനം എന്താണെന്ന് അറിയാൻ മേലാതെ ഇവർ ഈ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിനകത്ത് യാതൊരു സാങ്കത്യവുമില്ല. 1934 ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കൊടുത്ത ഇതിലാണ് മള്ളിമേട്ടിനെ ഇവിടെ നിരീക്ഷകനായിട്ട് വിട്ടത്. സുപ്രീം കോടതി വിട്ടത് നിരീക്ഷകനായിട്ട് 2002 പരിമല കൂടിയ മലങ്കര അസോസിയേഷനാണ് മലങ്കര മെത്രാപ്പൊലീത്തയെ ഔദ്യോഗികമായിട്ട് കാതോലിക്ക ബാവയും മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് മാത്യൂസ് ദിയൻ ബാവയും തെരഞ്ഞെടുത്തത്. അതെ, അത് ചരിത്രം. വളരെ സുതാര്യമായിട്ട് നടത്തിയൊരു ഇലക്ഷനാണ്. ഞാനത് അതിനെ സുപ്രീം കോടതി അംഗീകരിച്ച് സുപ്രീം കോടതി അതിന് ഫൈനൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള അവിടെ ചെന്നിട്ട് ഇത് മലങ്കര മെത്രാപ്പൊലീത്ത ഞാനാണ് എന്നും പറഞ്ഞ് പിന്നെ പറഞ്ഞു നടക്കാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കാര്യമൊന്നുമില്ല.